സിയുടെ പേരിൽ ഇടത് വലത് മുന്നണികൾ ഭിന്നിപ്പിന് ശ്രമിക്കുകയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മുസ്ലിം സമുദായത്തിനിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നതിന് വ്യക്തമാക്കണമെന്നും കെ സുരേന്ദ്രൻ കൊച്ചിയിൽ പറഞ്ഞു. CAA നിയമമായി കഴിഞ്ഞതാണ് രാജ്യത്ത് കൊണ്ടുവരുന്നൊരു നിയമം എങ്ങനെയാണ് കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് പറയാനാവുകയെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. ഇതിൽ മുഖ്യമന്ത്രിക്ക് എന്താണ് റോളെന്നും ജില്ലാ കളക്ടർമാർ നടപ്പിലാക്കിക്കൊള്ളുമെന്നും കെ സുരേന്ദ്രൻ കൊച്ചിയിൽ പറഞ്ഞു. കേരളത്തിലെ 30% വരുന്ന മുസ്ലിം ജനസാമാന്യത്തെ ഇരു മുന്നണികളും കബളിപ്പിക്കുകയാണ്. പിണറായി വിജയൻ പറയുന്നത് ഞാനിവിടെ പൗരത്വ നിയമം നടപ്പാക്കില്ല എന്നാണ്. ആരെങ്കിലും പിണറായി വിജയന്റെ അടുത്ത് പൗരത്വം ചോദിച്ചു വന്നിട്ടുണ്ടോ? പിണറായി വിജയനോട് ആരെങ്കിലും പൗരത്വം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? പിണറായി വിജയനും സംസ്ഥാന ഗവൺമെന്റിനും ഇതിൽ എന്താണ് ചെയ്യാനുള്ളത്? സംസ്ഥാനത്ത് 30% വരുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പിനാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ശ്രമിക്കുന്നത്. പൗരത്വം എടുത്തു കളയാനുള്ളതല്ല, കൊടുക്കാനുള്ളതാണ് പൗരത്വ നിയമം. മതത്തിന്റെ പേരിൽ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട ആർക്കും ഭാരതത്തിൽ പൗരത്വമെടുക്കാം. CAA നടപ്പിലാക്കില്ലെന്ന് പറയുന്ന കേരളത്തിലാണ് നുഴഞ്ഞുകയറ്റക്കാരെ തുറങ്കലിലടക്കാനുള്ള പ്രത്യേക ജയിൽ രാജ്യത്ത് ആദ്യമായി തുറന്നത്. കൊല്ലത്ത് പ്രത്യേക ജയിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, കൊല്ലത്ത് പിണറായി വിജയൻ അതായത് CAA ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നതിന് ശേഷം കേരളത്തിൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെയും മറ്റ് ഇൻഫിൽട്രേറ്റേഴ്സിനെയും പിടിച്ച് അകത്തിടാനുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ് കൊല്ലത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കള്ളമുണ്ടെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കണം. മിസ്റ്റർ പിണറായി വിജയൻ കൊല്ലത്ത് ഒരു പ്രത്യേക ജയിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. നിലവിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ബാധകമായതല്ല CAA എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് കെ എസ് ഷൈജു എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ജനം, കൊച്ചി.